എൻ്റെ പേര് ജ്യോതിഷ്. എൻ്റെ സ്ഥലം തിരുവനന്തപുരം ജഗതിയാണ്. ജഗതി കണ്ണേറ്റുമുക്ക് എന്ന് പറയും. ഞാൻ മെയിനായിട്ട് എക്സോട്ടിക് പെറ്റ്സാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ ബേസിക്കലി ഡോഗ്സാണ് എനിക്ക് മൊത്തം പാഷനേറ്റഡായിട്ട് ചെയ്യുന്ന ഡോഗ്സാണ്. അതിൻ്റെ കൂടെ തന്നെ റെപ്റ്റൈൽസ്, ആംഫിബിയൻസ്, എക്സോട്ടിക് ആനിമൽസ് എല്ലാം ഫുള്ള് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബേർഡ്സിൽ നമ്മൾ സ്മോൾ ബേർഡ്സായ ബഡ്ജീസിൽ മുതൽ മക്കൗസ്, കൊക്കറ്റൂസ്, ഗ്രേ, എക്രട്ടസ്, ലോർക്കിഡ്സ് അങ്ങനെയുള്ള വെറൈറ്റി ചെയ്യുന്നുണ്ട്. ഡോഗ്സ്, ക്യാറ്റ്സ്, ഒട്ടുമിക്ക എക്സോട്ടിക് വെച്ചാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പേര് ഞാൻ ഇട്ടിരിക്കുന്ന പേര് പിങ്കിയാണ്. പഗ്ഗിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ചൈനയാണ് മെയിൻ ഒറിജിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു 2.5 വയസ്സായി. ഇപ്പോൾ എൻ്റെ കൂടെ വന്നിട്ട് ഒരു 2-2.5 ഞാൻ ഒരു 6-8 മാസത്തെ എടുത്ത് വളർത്തി തുടങ്ങിയതാണ്. ഇത് ഫീമെയിലാണ്. എൻ്റെ അടുത്ത് ഭയങ്കര മിംഗ്ലിംഗ് ആണ്. എൻ്റെ അടുത്തെക്കാട്ടി കൂടുതൽ സിസ്റ്ററിൻ്റെ അടുത്താണ് ഭയങ്കര മിംഗ്ലിംഗ് ആയിട്ടുള്ളത്. അവരാണ് ഏറ്റവും കൂടുതൽ കമ്പനിയിൽ നിൽക്കുന്നവരാണ്. ഞങ്ങൾ ഫുഡ് മെയിനായിട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബീഫും റൈസാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. പിന്നെ രാവിലെ ഡ്രൈ ഫുഡ് മുട്ടയും കൊടുക്കുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് ഓരോ ബ്രീഡ് അനുസരിച്ച് ബ്രീഡ് കാറ്റഗറൈസേഷനിൽ ഫുഡിൽ വ്യത്യാസം വരുന്നുണ്ട്. ഞങ്ങൾ ഇതിന് മെയിനായിട്ട് കൊടുക്കുന്ന സ്മോൾ ബ്രീഡ്സിന് ബീഫും റൈസും തന്നെ മെയിനായിട്ട് കൊടുക്കുന്നത്. ബീഫ് അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ എഗ് ആൻഡ് റൈസ് അങ്ങനെ ഡിപ്പെൻസാണ്. വീക്കിലി ടോയ്സ് മാറിക്കൊണ്ടിരിക്കും അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി ടോയ് ബ്രീഡ്സ് എപ്പോഴും മാർക്കറ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷേ പഗ് അല്ലാണ്ട് കൂടി ഷിറ്റ്സു, ബീഗിള് അങ്ങനെയുള്ള ബ്രീഡ്സ് ഓൾ ഓവർ ഭയങ്കര എപ്പോഴും മാർക്കറ്റ് ഡിമാൻഡുള്ള സാധനം തന്നെയാണ്. എപ്പോഴും മാർക്കറ്റ് ഉള്ള സാധനം തന്നെയാണ്. ഇതെല്ലാം എൻ്റെ പിന്നെ റെപ്റ്റൈൽസിൽ ഇഗ്വാനാസ് കിടപ്പുണ്ട്. പിന്നെ അല്ലാതെ പിന്നെ കോണിയൂസ്, പിന്നെ കോക്ടൈൽസ്, ബഡ്ജീസ്, പിന്നെ ടെറാൻഡുലാസ്. ഇതിൻ്റെ പേര് ഇഗ്വാന. ഇതിൻ്റെ സ്വദേശം സൗത്ത് അമേരിക്കയാണ്. പിന്നെ ഇതിൻ്റെ ബേസിക്കായിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ ഫസ്റ്റ് എക്സോട്ടിക് പെറ്റ്സ് എന്ന് പറയുമ്പോൾ ബേസിക്സിൽ വരുന്നത് റെപ്റ്റൈൽസിൽ ബേസിക്സ് വരുന്നത് ഇഗ്വാനാസ് ആണ്. ഇത് ബേസിക് ഗ്രീനാണിത്. ഗ്രീന് കഴിഞ്ഞ് അടുത്ത് വരുന്നത് റെഡ്, പിന്നെ ബ്ലൂ, പിന്നെ ലൂട്ടിനോ, പിന്നെ സ്നോ വൈറ്റ് എന്ന് പറഞ്ഞ മോർഫുണ്ട്. പിന്നെ ഇടയ്ക്ക് പിന്നെ റെഡിൽ തന്നെ ഹൈ മ്യൂട്ടൻ്റ് എന്ന് പറയുന്ന ക്രിംസൺ റെഡ് എന്നും പറഞ്ഞൊരു മ്യൂട്ടേഷൻ വരുന്നുണ്ട്. അതാണ് ബേസിക് ഇഗ്വാനാസ് റെപ്റ്റൈൽസിൽ തന്നെ. പിന്നെ ഇഗ്വാനാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് ബേഡ ഡ്രാഗൺ വരുന്നുണ്ട്, ബാസിലിസ്ക് എന്ന് പറയുന്ന സാധനം വരുന്നുണ്ട്, പിന്നെ സെൽഫിൻ ഡ്രാഗൺ. അങ്ങനെ റെപ്റ്റൈൽസിൽ നേരെ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇഗ്വാനാസിൽ തന്നെ ബേസിക്കലി നമ്മുടെ ഈ ഇഗ്വാനാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രീൻ ഇഗ്വാനാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ബാക്കി പറഞ്ഞ സബ് മ്യൂട്ടേഷൻസ് പോലെ തന്നെയും പിന്നെ വരുന്നത് റൈനോ ഇഗ്വാന വരുന്നുണ്ട്, സ്പാനി ടെയിൽ വരുന്നുണ്ട്, താനോസ് ഇഗ്വാന. അങ്ങനെ ഇഗ്വാനസിൽ പല മ്യൂട്ടേഷൻസ് വരുന്നുണ്ട്. സി ഇഗ്വാന, അങ്ങനെ ഒരുപാട് മ്യൂട്ടേഷൻസ് ഉണ്ട്, സബ് മ്യൂട്ടേഷൻസ് ഉണ്ട്. അതിലും കുറച്ച് മ്യൂട്ടേഷൻസ് മാത്രമേ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ബാക്കി പുറം രാജ്യങ്ങളിലും ബാക്കി എക്സോട്ടിക് കൺട്രീസിലും പുറത്ത് കിടപ്പുണ്ട്. അവർ കഴിക്കുന്നത് ഫുള്ളായിട്ട് വന്നിട്ട് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സാണ് മെയിനായിട്ട് കഴിക്കുന്നത്. അതും സ്പെസിഫൈഡ് കട്ട് ഫ്രൂട്ട്സേ കഴിക്കത്തുള്ളൂ. അതായത് പപ്പായാസ്, ആപ്പിൾസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കത്തുള്ളൂ. പിന്നെ നമ്മുടെ കൂടുതലും ലീഫി വെജിറ്റബിൾസാണ് ഒരു കഴിക്കാൻ ഇഷ്ടമുള്ളത്. ലെറ്റ്യൂസ്, നമ്മുടെ മുരിങ്ങയില, അല്ലാണ്ട് നമ്മുടെ ചെമ്പരത്തി ഇല, ചെമ്പരത്തി പൂവ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. ഏറ്റവും ഇഷ്ടം ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇല, മത്തങ്ങ, അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്. മാർക്കറ്റ് കുഞ്ഞുങ്ങൾക്ക് വരുമ്പോൾ 6500-7000 രൂപ ബേസിക് വരുന്നുണ്ട് ഗ്രീനിന്. അപ്പോൾ ഓരോ സബ് മ്യൂട്ടേഷൻസ് അനുസരിച്ച് റേറ്റ് വേരിയൻ്റ് വരുന്നുണ്ട്. ആൾക്കാർ പാഷനായിട്ട് മേടിക്കുന്നുണ്ട്. കാര്യം ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ റെപ്റ്റൈൽസ് എന്ന് വരുമ്പോഴത്തേക്കും കേരളത്തിൽ ഒരു 5 വർഷമായിട്ട് റെപ്റ്റൈൽസിൽ ബേസിക്സ് വരുമ്പോഴത്തേക്കും ഇഗ്വാനാസ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേരളത്തിൽ തന്നെ. ഇത് കോക്ടൈൽസ് വന്നിട്ട് ഗ്രേ ആണ്. ഗ്രേ പൈഡ് എന്ന് പറയും കോക്ടൈൽസിൽ. പിന്നെ ഇതിൻ്റെ സ്വദേശം വന്നിട്ട് ഓസ്ട്രേലിയയാണ്. നമ്മുടെ നാട്ടിൽ ബഡ്ജീസ്, ഫിഞ്ചസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് മ്യൂട്ടൻ്റ് വരുന്നത് ആൾക്കാർ പ്രിഫറൻസിൽ മേടിക്കുന്ന സാധനം കോക്ടൈൽസാണ്. പിന്നെ ഇത് വന്നിട്ട് ബഡ്ജീസ്, നമ്മുടെ ബേസിക് ആയിട്ടുള്ള ബഡ്ജീസാണ് ഈ സാധനം, ബേസിക് ബഡ്ജീസ്. ഇത് ഫിഞ്ചസാണ്, നോർമൽ ഫിഞ്ചസ്. കോണീസാണ്. ഇത് കോണീസിൽ വന്നിട്ട് ഇത് ഗ്രീൻ ചീ കോണീസ് എന്ന് പറയും. അത് വന്നിട്ട് പൈനാപ്പിൾ കോണിയർ, അത് പൈനാപ്പിൾ കോണീസാണ്. ഇതിൽ ബേസിക് മാർക്കറ്റ് വരുമ്പോഴത്തേനും ഒരു പേരിന് 7 രൂപ 8 രൂപ റേഞ്ചാണ് പേര് വരുന്നത്. ഇപ്പോൾ കറൻ്റ് മാർക്കറ്റ് ഇച്ചിരി ഡൗൺ ആണ്. അപ്പോഴത്തുള്ള റേറ്റാണ് ഈ പറയുന്നത്. ഇപ്പോൾ മാർക്കറ്റ് വേരിയൻ്റ് അനുസരിച്ച് റേറ്റും ഫ്ലക്ച്വേഷൻസ് വരുന്നതാണ്. ഇത് കോക്ടൈൽസ് വരുമ്പോൾ 4500-5000 രൂപ ഡിപ്പെൻസ് ഓരോ മ്യൂട്ടേഷൻസ് ആണ്. ഗ്രേ ആണ് ബേസിക് വരുന്നത്. കോക്ടൈൽസിൽ ബേസിക് വരുന്നത് ഗ്രേ ആണ്. ഗ്രേ, ലൂട്ടിനോ, പേള്, പൈഡ് അങ്ങനെ മേലോട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ പേരാണ് ഹെഡ്ജോക്സ്. നമ്മുടെ സ്വദേശം ആഫ്രിക്കയാണ്. ആഫ്രിക്കൻ പിഗ്മി ഹെഡ്ജോക്സ് എന്ന് പറയും. ഇത് വന്നിട്ട് നമ്മുടെ സ്വദേശം ആഫ്രിക്കൻ്റെ. മെയിനായിട്ട് ഫുഡ് കഴിക്കുന്നത് വെച്ചാൽ ക്യാറ്റ് ഫുഡ്, കട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട്, വെജിറ്റബിൾസ് കഴിക്കുന്നുണ്ട്. അതാണ് മെയിനായിട്ട് കഴിക്കുന്നത്. ഇത് നമ്മളെ ഒരു സ്റ്റാർട്ടിങ് റേഞ്ച് വരുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് വരുമ്പോഴത്തേനും 3500-4000 രൂപ റേഞ്ച് ബേസിക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഇത് സിനമൺ കളറാണ് ഇത് വരുന്നത്. ഇതിൻ്റെ കുഞ്ഞാണ് സിനമൻ്റെ. ബേസിക്സ് കളർ വരുമ്പോഴത്തേനും ആൽബിനോ, സിനമൺ, സോൾട്ട് ആൻഡ് പെപ്പർ, ഈ 3 കളറിലാണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിലിറ്റി ഉള്ളത്. മാർക്കറ്റ് അത്യാവശ്യം ഫെമിലിയർ ആണ്. മാർക്കറ്റിൽ ചിലം ചോദിച്ച് വരുന്നുണ്ട് ഈ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട്. അത്യാവശ്യം എൻക്വയറിയുള്ള സാധനം തന്നെയാണ്. ഇഗ്വാനസ് പോലെ തന്നെ അത്യാവശ്യം എൻക്വയറിയുള്ള സാധനം തന്നെയാണ് ഹെഡ്ജോക്സ്. ഇത് വന്നിട്ട് ടെറാൻഡുലാസ് ആണ്. ഇതിൻ്റെ ഒറിജിൻ വന്നിട്ട് നമ്മുടെ സൗത്ത് ആഫ്രിക്കയാണ് ഇതിൻ്റെ ഒറിജിൻസ്. ഇത് വന്നിട്ട് ചാക്കോ ഗോൾഡൻ എന്ന് പറയും. ഇത് ബേസിക് മോഫാണ്. ടെറാൻഡുലാസിൻ്റെ ബേസിക് മോഫ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെനിസിലോ ടൈഗർ, ബ്ലൂ ബബൂൺ അങ്ങനെ കുറേ സബ് മ്യൂട്ടേഷൻസ് ഉണ്ട്. വൈറ്റ് ലെഗ്, റെഡ് ബബൂണ് അങ്ങനെ കുറേ സബ് മ്യൂട്ടേഷൻസും കാര്യങ്ങൾ വരുന്നുണ്ട്.
ഇത് നല്ലൊരു എക്സോട്ടിക് പെറ്റാണ്. കാര്യം നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ നേറ്റീവ് സ്പീഷീസ് ഒന്നും വളർത്തായിരുന്നാൽ മതി. എക്സോട്ടിക് സ്പീഷീസിന് അങ്ങനെ ലിമിറ്റേഷൻസ് റെസ്ട്രിക്ഷൻസ് വരുന്നില്ല. എന്നാലും അത്യാവശ്യം വരുന്നുണ്ട്. പരിവേഷ രജിസ്ട്രേഷൻ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടി ബെറ്റർ ആയിരിക്കും. ഇത് കൂടുതൽ യൂജൻ പിള്ളേരാണ് മേടിക്കുന്നത്, യങ്സ്റ്റേഴ്സാണ് കൂടുതലും മേടിക്കുന്നത്. കാര്യം ഇപ്പോൾ പെറ്റ്സ് ഒരു പകുതി കഴിഞ്ഞൊരു അറ്റ് എ ടൈം ഒരു പകുതി പാഷനേറ്റഡ് ആയിട്ട് മേടിച്ച് കഴിഞ്ഞാൽ വാട്ട്സ് നെക്സ്റ്റ് എന്ന് ഒരു ഓപ്ഷൻ വരുമ്പോഴത്തേനും ടെറാൻറ്റുലാസ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അതിന് ഫീഡ് ബേസിക്കായിട്ട് കൊടുക്കുന്നത് മീൽ വോംസ്, റോച്ചസ്, അതായത് ഫീഡേഴ്സ് എന്ന് പറയും. മേറ്റ് നമ്മുടെ ഈ റെപ്റ്റൈൽസിനായിരുന്നാലും ഫിഷസിനായിരുന്നാലും നമ്മുടെ ഈ ലൈവ് ഫീഡ് കൊടുക്കും. അതായത് മീൽ വോംസ്, സൂപ്പർ വോംസ്, റോച്ചസ്, ക്രിക്കറ്റ്സ്, അതാണ് ഇവർ പ്രിഫർ ചെയ്യുന്നത് കൂടുതൽ കഴിക്കാനായിട്ട്. പിന്നെ ഇച്ചിരി കൂടെ വലുതായി കഴിഞ്ഞാൽ പിങ്കീസ് എന്ന് പറയും. അവിടെ മൈസിൻ്റെ കുഞ്ഞുങ്ങൾ കൊടുക്കും. അത് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ കഴിക്കാൻ വേണ്ടി കൊടുക്കും. പിന്നെ മീറ്റിങ്ങിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫീമെയിൽ മേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെയിലിനെ കൊല്ലും. പിന്നെ ഇതിന് ലൈഫ് സ്പാന് ഫീമെയിലിന് ലൈഫ് സ്പാൻ കൂടുതൽ, മെയിലിന് ലൈഫ് സ്പാൻ പൊതുവെ കുറവാണ്. മാക്സിമം ലൈഫ് സ്പാന് 3 വർഷം 4 വർഷം അപ്രോക്സിമേറ്റ് പോകത്തുള്ളൂ, അതിൽ കൂടുതൽ പോകത്തില്ല. നമ്മുടെ എംപറർ സ്കോർപ്പിയോൺ ഉള്ളത് നമ്മുടെ നാട്ടിൽ അത്ര സുലഭമായിട്ട് കിട്ടുന്ന സാധനമല്ല. ഇച്ചിരി ഫെമിലിയറിറ്റി വരുന്നേ ഉള്ളൂ സാധനം. ഇത് ആന്ത്രപ്പോഡ നമ്മുടെ എന്താ പറയുക ഇൻസെക്ട്സ് കാറ്റഗറിയിൽ വരുന്ന സാധനമാണ്. ആന്ത്രപ്പോഡ കാറ്റഗറിയിൽ വരുന്ന സാധനമാണ്. ഇത് എന്നിട്ട് എംപറർ സ്കോർപ്പിയോൺ എന്ന് പറയും. നമ്മുടെ ഏഷ്യൻ ബ്ലാക്ക് സ്കോർപ്പിയോണായിട്ട് ഭയങ്കര സാമ്യമുള്ള സാധനമാണ്. അതായത് നമ്മുടെ കരിന്തകളായിട്ട് ഭയങ്കര സാമ്യമാണ്. പക്ഷേ ബൈ ജനറ്റിക്കലി ഇത് തമ്മിൽ യാതൊരു ബന്ധമില്ല. ഇത് തമ്മിൽ കാര്യം ഇത് UV ലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലേസിങ് ഉണ്ടാവും. അത് പിന്നെ അല്ലാണ്ട് ഇതിൻ്റെ ക്ലോസും അതിൻ്റെ ടെൽസനും കാര്യങ്ങൾക്കൊക്കെ ഒരു റെഡിഷ് കളർ വരും. അത് വരുന്നതാണ് എംപറർ സ്കോർപ്പിയോൺ. മറ്റൊരു നേരെ തിരിച്ചായിരിക്കും, ഫുൾ ബ്ലാക്കിഷ് കളറായിരിക്കും. ഇതിപ്പോൾ ഇച്ചിരി ഷെഡിങ് ആണ്, അത് ഇച്ചിരി ഗ്ലേസിങ് കുറവായിരിക്കുന്നത്. ഒരു കുഞ്ഞ് സ്റ്റാർട്ടിങ് 5000 തൊട്ട് ബേസിക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കുഞ്ഞ്. ഡിപ്പെൻസ് ഓൺ സൈസ് റേറ്റിൽ ഫ്ലക്ച്വേഷൻസ് ഒന്നുകൊണ്ടിരിക്കും. വരുമ്പോൾ സാധനം നമുക്കിപ്പം സ്റ്റിങ് ചെയ്തൊന്നും ഏൽക്കത്തില്ല. ചെറിയ ഇൻസെക്ട്സിനൊക്കെ സ്റ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ട് ഔട്ട് ആവും. ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈഫ് ഫീഡാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. മീലോംസും ക്രിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഇത് മാസ്ലി ഫീഡ് എടുക്കുന്നത്. മൈസ് എന്ന് പറയും. ഇത് മൈസിൽ ഇത് സോൾട്ട് കളർ, സിംഗിൾ കളർ വരുന്ന സോൾട്ട് കളേഴ്സ് എന്ന് പറയും. ഇതെല്ലാം സോൾട്ട് കളേഴ്സാണിത്. ഇത് അഗോട്ടി കളർ എന്ന് പറയും സോൾട്ട് കളേഴ്സിൽ. ഇത് ബാൻഡഡ് വരും. ബാൻഡഡ് വരുമ്പോഴത്തേനും ഇങ്ങനെ മാർക്കിങ് നടുക്ക് വരുന്ന വെള്ള വരുന്നതില്ല, ബാൻഡഡാണ്. ഇതെല്ലാം ബാൻഡഡാണിത്. ഇത് ഫീഡ് ബേസിക് കഴിക്കുന്ന നമ്മളെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും തന്നെയാണ്. പിന്നെ അല്ലാണ്ട് കഴിക്കുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ സീഡ് മിക്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ബേഡ്സിന് കൊടുക്കുന്ന സീഡ് മിക്സ്, പിന്നെ അല്ലാണ്ട് നമ്മുടെ മൊയിലിൻ്റെ പെല്ലറ്റ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് ഇതിനെ മാർക്കറ്റിൽ ഇതിൻ്റെ ആയിട്ടുള്ള പെല്ലറ്റ്സും കാര്യങ്ങളൊക്കെ പാക്കറ്റ് ഫുഡായിട്ട് വരുന്നുണ്ട് മാർക്കറ്റിൽ. ഒരു പേര് വരുമ്പോഴത്തേനും നോർമൽ വരുമ്പോഴത്തേനും ഒരു പേര് 250-300 റേഞ്ച് വരും. ഇത് വരുമ്പോഴത്തേനും 400-450 ഡിപ്പെൻസ്. ഇത് നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള പെറ്റ്സാണ്. ഇത് ടെക്കീസാണ് കൂടുതലും മേടിക്കുന്നത്. അതായത് നമ്മൾ ചെറിയൊരു 1x1 ടാങ്കിലൊക്കെ പക്കയായിട്ട് സ്യൂട്ടാവുന്ന സാധനമാണിത്. മൈസില്ല എന്ന് പറയുന്ന സാധനം. മെയിൻ്റെനൻസും കമ്മിയാണ്. ഇത് വേണ്ടിയിട്ട് നമ്മുടെ ജെർബിൾസാണ്. നമ്മുടെ ഡെസേർട്ട് ആറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട് ജെർബിൾസ്. ഇത് റൊഡൻസിൽ വരുന്ന കാറ്റഗറൈസേഷൻ വരുന്ന പോലെയാണ്. ഇതിന് ബേസിക് ഫുഡ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈസ് പറഞ്ഞ കൂട്ടി തന്നെ പെല്ലറ്റ്സും വെജിറ്റബിൾസും അങ്ങനെ കൂടുതൽ എടുക്കുന്നത് കൂടുതൽ. ഇത് വരുമ്പോഴത്തേക്ക് പീസ് 400 രൂപ റേഞ്ച് വരും. ഇതൊരു പീസ് 400 രൂപ റേഞ്ച് വരുന്നുണ്ട് സ്റ്റാർട്ടിങ്. ഇതല്ലാണ്ട് ഞങ്ങൾ ക്യാറ്റ് ചെയ്യുന്നുണ്ട്. ക്യാറ്റ് ഇപ്പോൾ എൻ്റെ ഉള്ളത് ബംഗാൾ ക്യാറ്റിൽ വന്നിട്ട് നമ്മുടെ സ്നോ മാർബിൾ എന്ന് പറഞ്ഞിട്ട് ബ്രീഡാണ് കിടക്കുന്നത്. പിന്നെ ഓൾ ഓവർ ക്യാറ്റ് ബ്രീഡ്സ് ചെയ്യുന്നുണ്ട്. ക്യാറ്റ് ബ്രീഡ്സിലെ പേർഷ്യൻ ക്യാറ്റ്, എക്സോട്ടിക് ഷോർട്ട് ഹെയർ, യൂറോപ്യൻ ഷോർട്ട് ഹെയർ, ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ, അബിസിനീനിയൻ, മച്ചിക്കിൻ അങ്ങനെയുള്ള ക്യാറ്റ് ബ്രീഡ്സ് ചെയ്യുന്നുണ്ട്. കൺസേൺ ബ്രീഡേഴ്സിൻ്റെ ഞങ്ങൾ എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കാറ്റിൽ തന്നെ ലാർജ് ബ്രീഡായിട്ടുള്ളത് ഡൊമസ്റ്റിക്കേറ്റഡ് കാറ്റിൽ ഏറ്റവും ലാർജ് ബ്രീഡായിട്ടുള്ള മെയിൻ കൂൺ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഡോഗ്സിൽ ഹോൾസെയിൽ ചെയ്യുന്നുണ്ട്. ഡോഗ്സിൻ്റെ പപ്പീസ് ഹോൾസെയിൽ റീറ്റെയിൽ ചെയ്യുന്നുണ്ട്. വിത്തിൻ സൗത്ത് ഇന്ത്യ വരെ ഞങ്ങൾക്ക് ഡെലിവറി ഉണ്ട്. ഓൾ ഓവർ സൗത്ത് ഇന്ത്യ ഡെലിവറി ഉണ്ട്. ബാക്കിയുള്ള പെറ്റ്സ് അപ് ടു ഡിപ്പെൻസ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരു 6-7 വർഷമായിട്ട് ഫീൽഡിൽ തന്നെ ഉണ്ട്. ഫസ്റ്റ് ഫിഷസാണ് ചെയ്ത് തുടങ്ങിയത്. പിന്നെ ഡോഗ്സായി, ഡോഗ്സിൻ്റെ ബേർഡ്സ്, ആനിമൽസ്, റോഡൻസ് അങ്ങനെ കാറ്റഗറൈസേഷൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇഷ്ടമുള്ള ജോലി ചെയ്യാനാണ് ഇത്തിരി കൂടെ താല്പര്യമുള്ളത്. അപ്പോൾ ആ രീതിക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമാണ്. പിന്നെ ക്യാറ്റ്സ് ആയിരുന്നാലും ഡോഗ്സ് ആയിരുന്നാലും സ്റ്റഡിങ്, ബോർഡിങ്ങും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്.